In this video, we are going to discuss about LIFO method, and this question contains more adjustments, and the same question has been discussed in the previous video, but there we have applied FIFO method. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ് LIFO മെത്തേഡിൽ ചെയ്യാന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യനിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് സ്ട്രെയിറ്റ് അവേ അങ്ങ് പോവാം. ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും ആ ക്വസ്റ്റ്യൻ, കാരണം FIFO മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LIFO മെത്തേഡ് അനുസരിച്ചാണ് ആദ്യം കോളവും റോസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. റോസ് പിന്നെ പ്രൊവൈഡ് ചെയ്തില്ല. ഫസ്റ്റ് ഡ്രോ 5 columns and give the number, name it as stores ledger account, and in bracket you should show LIFO. Okay, first column date. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് Jan 1st സോ യു ഷുഡ് റൈറ്റ് ഇറ്റ് ഇൻ ദി ബാലൻസ് കോളം 50 units at the rate of ₹40. ദാറ്റ്സ് ഈക്വൽ ടു 2000 rupees. അതായത് January 1st ഓൾറെഡി നമ്മുടെ സ്റ്റോറിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് ഡിസംബറിൽ നമ്മൾ വാങ്ങിയതായിരിക്കും. അതാണ് ഡിസംബറിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ജനുവരിയിലെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ 50 units ഉണ്ട് നമ്മുടെ സ്റ്റോറിൽ. അത് എത്ര രൂപയ്ക്ക് വാങ്ങിയതാണ്? ₹40 വെച്ച് നമ്മൾ ലാസ്റ്റ് മാസങ്ങളിൽ എപ്പോഴോ വാങ്ങിയതാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 2000 rupees മെറ്റീരിയൽ സ്റ്റോറിലിരിപ്പുണ്ട്. അടുത്ത Jan 2nd ട്രാൻസാക്ഷൻ ഓർഡർ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷനാണ്. അത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ നോ നീഡ് ഫോർ റെക്കോർഡിംഗ് ദാറ്റ് January 2nd ട്രാൻസാക്ഷൻ. ഇനി അടുത്ത ട്രാൻസാക്ഷനിലോട്ട് പോവാം. അവിടെ പറയുന്നത് ഇഷ്യൂ 25 units, request number 100, and this request is received from department A. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. സോ January 3rd ആണ് അടുത്ത ട്രാൻസാക്ഷൻ്റെ ഡേറ്റ്. റെഫറൻസ് കോളത്തിൽ MRN, അതായത് ദാറ്റ് മീൻസ് മെറ്റീരിയൽ റിക്വസിഷൻ നമ്പർ ഇസ് ഗിവൻ ഹിയർ ആസ് 100. അപ്പോൾ ആ നമ്പർ കാണിക്കുക. പിന്നീട് ഇഷ്യൂ ആയതുകൊണ്ട് ഇഷ്യൂ കോളത്തിൽ ഒരു വർക്കിംഗ് എന്നുള്ള നിലയിൽ 25 units അല്ല ഇഷ്യൂ ആണ്, അതിനെ ഒന്ന് സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് നമുക്കിനി ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ചെയ്യുമ്പം FIFO ആണോ LIFO ആണെന്ന് ചിന്തിക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ LIFO അനുസരിച്ചാണ് ചെയ്യുന്നത്. LIFO അനുസരിച്ച് എന്താണ് റൂള്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. ആകെപ്പാടെ ഒരു ലോട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ കൺഫ്യൂഷനൊന്നുമില്ല, FIFO ആണോ LIFO ആണോ എന്നുള്ള ബോധറേഷൻ വേണ്ട. കാരണം ഒരു ലോട്ടല്ലേ ഉള്ളൂ, അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, FIFO ആണെങ്കിലും LIFO ആണെങ്കിലും. അപ്പോൾ നമ്മൾ ആ സ്റ്റോറിലിരിക്കുന്ന 50 unitsൽ നിന്നും 25 units എടുത്ത് ഇഷ്യൂ ചെയ്യുക. 25 unitsൻ്റെ റേറ്റ് ₹40. അങ്ങനെ 1000 rupees മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഇനി ബാലൻസ് കോളം റെക്കോർഡ് ചെയ്യണം. ബാലൻസ് കോളം എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് ഡേയിലെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോഡ് ഡൗൺ ചെയ്യുക. പ്രീവിയസ് ഡേയിൽ 50 units അല്ലേ, 50 units ബ്രോഡ് ഡൗൺ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം 50 unitsൽ നമ്മൾ 25 units പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് എത്രയേ ഉള്ളൂ? Balance is 25 units and its rate is 40. That's equal to 1000 rupees. Jan 3rd എൻഡിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ സ്റ്റോറിൽ 25 units at the rate of ₹40 ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ Jan 4th ഒക്കർ ചെയ്തിരിക്കുന്നത്. അവിടെ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, ഓർഡേഡ് 100 units, അത് റിസീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. Jan 4th ട്രാൻസാക്ഷൻ. അടുത്ത ട്രാൻസാക്ഷനിലോട്ട് പോവാം. Jan 5th. Jan 5th സംഭവിച്ചിരിക്കുന്നത് റിസീവ് 200 units at the rate of ₹30 per unit. പർച്ചേസ് ഓർഡർ നമ്പർ ഇസ് 55. യഥാർത്ഥത്തിൽ ഈ പർച്ചേസ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് Jan 2nd Jan 2nd പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡറാണ് നമുക്ക് എന്ന് റിസീവ് ചെയ്തിരിക്കുന്നത് Jan 5th. ഇപ്പോൾ റിസീവ്ഡ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, സോ Jan 5th റെഫറൻസിൽ GRN നമ്പർ 55 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നീട് എത്ര യൂണിറ്റ്സ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്? 200 units at the rate of ₹30. ദാറ്റ്സ് ഈക്വൽ ടു 6000 വർത്ത് മെറ്റീരിയൽ നമ്മൾ സ്റ്റോറിലോട്ട് വന്നു ചേർന്നു. ഇഷ്യൂ ഒന്നും തന്നെയില്ല. പിന്നീട് ബാലൻസ് കോളത്തിൻ്റെ റൂൾ എന്താണ്? പ്രീവിയസ് ഡേയിലെ ബാലൻസ് ആദ്യം ബ്രോഡ് ഡൗൺ ചെയ്യുക. പ്രീവിയസ് ഡേയിലെ ബാലൻസ് ഉണ്ടല്ലോ, Jan 5th പ്രീവിയസ് ഡേ എന്ന് പറയുന്നത് Jan 3rd ആയിരുന്നു. 25 units ഉണ്ട്, അതിപ്പോഴും സ്റ്റോറിൽ തന്നെ ഇരിപ്പുണ്ട്, കാരണം നമ്മൾ പിന്നീട് ഒരു ഇഷ്യൂ നടത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ 25 units ബ്രോഡ് ഡൗൺ ചെയ്യുക. പിന്നീട് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത, അതായത് Jan 5th പർച്ചേസ് ചെയ്ത 200 units റെക്കോർഡ് ചെയ്യുക. നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ 2 ലോട്ടായി. 25 units at the rate of ₹40 ഒരു ലോട്ടും 200 units at the rate of ₹30 ഒരു ലോട്ടും ഇരിപ്പുണ്ട്. അങ്ങനെ 7000 rupees മെറ്റീരിയൽ നമ്മുടെ സ്റ്റോറിൽ Jan 5th എൻഡിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ ആഫ്റ്റർ Jan 5th നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഒക്കേർഡ് ഓൺ Jan 7th. Jan 7th ഇഷ്യൂഡ് ആണ് 150 units, റിക്വസിഷൻ നമ്പർ ഇസ് 105, ദെൻ പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ 115. ഓക്കെ, അങ്ങനെ Jan 7th ട്രാൻസാക്ഷനിലെ ഇഷ്യൂ ആണ്. ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക?
റെഫറൻസ് കോളത്തിൽ ഡേറ്റ് Jan 7th, റെഫറൻസ് കോളത്തിൽ MRN നമ്പർ, ഇഷ്യൂഡ് 150 യൂണിറ്റ്സ്, ബ്രാക്കറ്റിലൊന്ന് സർക്കിളിട്ടൊന്ന് എഴുതി വെച്ചിരിക്കുക. നമ്മുടെ വർക്കിംഗ് എന്നുള്ള രീതിയിൽ 150. ഇനി 150 ഇഷ്യൂ ചെയ്യണം. ഇവിടെ വരെ നമ്മൾ എഴുതി നിർത്തിയിരിക്കുന്നത് 150 ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബാലൻസ് എന്തിരിപ്പുണ്ടെന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് എടുത്ത് നോക്കി നമ്മുടെ സ്റ്റോറിൽ എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന്. ഇപ്പോൾ എന്തൊക്കെയുണ്ട്? 25 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ടും ഉണ്ട്, 200 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഏതെടുക്കണം? ലീഫോ അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. സോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ലോട്ട്. അപ്പോൾ ലാസ്റ്റ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മളെടുത്ത് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ലോട്ട് എന്ന് പറയുന്നത് ഈ 200 യൂണിറ്റ്സിൻ്റെ ലോട്ടിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. 200ൽ നിന്ന് നമ്മൾ എത്ര എടുത്താൽ മതി? 150 ഉണ്ടല്ലോ. 150നെക്കാട്ടി കൂടുതൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് 200ൽ നമുക്ക് എത്രയും എടുക്കാം? 150 എടുക്കുക. 150 ഇൻറ്റു എത്ര റേറ്റാണ് ഈ ലോട്ടിൻ്റെ? 200 യൂണിറ്റ്സിൻ്റെ ലോട്ടിൻ്റെ റേറ്റ് 30. ആ റേറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. സോ 150 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹30. ഒരു ലോട്ടിൽ നിന്ന് തന്നെ നമ്മളതിങ്ങനെ എടുത്തു. 4500 റുപ്പീസിൻ്റെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു. ഇനി ബാലൻസ് കോളം. ബാലൻസ് കോളത്തിൻ്റെ റൂള് പ്രീവിയസ് ഡേയിലെ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക. പ്രീവിയസ് ഡേയിൽ ഈ 2 ലോട്ടായിരുന്നു. 25 യൂണിറ്റ്സിനെ ബ്രോട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാം, കാരണം നമ്മളത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയും. ഓക്കെ. ഇപ്പോൾ 25 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40 ബ്രോട്ട് ഡൗൺ ചെയ്തു. വാട്ട് അബൌട്ട് ദിസ് 200 യൂണിറ്റ്സ്? ഈ 200 യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ എത്ര യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞു? ഇവിടേക്ക് ലീഫോ പ്രകാരം ഇഷ്യൂ ചെയ്യാൻ 150 യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞു. അങ്ങനെ റിമൈനിങ് എത്ര യൂണിറ്റ്സേ ഉള്ളൂ? ഇവിടെ 50 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ 200ൽ നിന്നും എത്ര യൂണിറ്റ്സ് ആണ് ബ്രോട്ട് ഡൗൺ ചെയ്യേണ്ടത്? 50 യൂണിറ്റ്സ്. ബാക്കി നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു കഴിഞ്ഞു. 50 യൂണിറ്റ്സ്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30. ദാറ്റ്സ് ഈക്വൽ ടു 1500. അങ്ങനെ Jan 7th എൻഡ് ആയപ്പോൾ നമ്മുടെ സ്റ്റോറിൽ എത്ര രൂപയുടെ മെറ്റീരിയൽ ഇരിപ്പുണ്ട്? 2500 റുപ്പീസിൻ്റെ മെറ്റീരിയൽ ഇരിപ്പുണ്ട്. ഓക്കെ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ Jan 7th കഴിഞ്ഞുള്ള ട്രാൻസാക്ഷൻ Jan 8th റിട്ടേൺ ടു സ്റ്റോക്ക് റൂം 10 യൂണിറ്റ്സ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ, റിക്വസ്റ്റ് നമ്പർ 100. അപ്പോൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്താണ് റിട്ടേൺ ടു സ്റ്റോക്ക് എന്ന് അല്ലെങ്കിൽ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റ് എക്കാർ, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അത് നമ്മൾ മുന്നേ കണ്ടു. Jan 3rd ഇവർ നമുക്ക് റിക്വസ്റ്റ് തന്ന്. ആ റിക്വസ്റ്റിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് 100 ആണ്. റിക്വസ്റ്റ് നമ്പർ ഇസ് 100. അന്ന് അവർ നമ്മളുടെ പക്കൽ നിന്നും 25, അത് സ്റ്റോറിൽ നിന്നും 25 യൂണിറ്റ്സ് ആവശ്യപ്പെട്ട് നമ്മളത് ഇഷ്യൂ ചെയ്തതുമാണ്. അവരത് നമുക്ക് ഈ 25 യൂണിറ്റ്സ് മൊത്തത്തിൽ അവർ യൂസ് ചെയ്ത് കാണില്ല. അതുകൊണ്ട് അവർ 10 യൂണിറ്റ്സ് ഇപ്പോൾ റിട്ടേൺ ചെയ്യുവാണ്. ഓക്കെ. അതാണ് റിട്ടേൺ ടു സ്റ്റോക്ക് റൂം എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺ ടു സ്റ്റോക്ക് റൂം എന്ന് പറഞ്ഞാൽ സ്റ്റോറിലേക്ക് ഇത് തിരിച്ചു വന്നു. അപ്പോൾ സ്റ്റോറുകാർ വീണ്ടും ഇത് എൻറ്റർ ചെയ്യണം. ഇങ്ങനെ 10 യൂണിറ്റ്സിൻ്റെ സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ റിസീവ് ചെയ്തു എന്ന രീതിയിലാണ് അതിനെ എൻറ്റർ ചെയ്യേണ്ടത്. സോ ദ ട്രാൻസാക്ഷൻ ഓക്കേർഡ് ഓൺ Jan 8th ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ റെസീപ്റ്റ്. ഇതിന് എന്തായിട്ടാണ് സ്റ്റോഴ്സ് ക്ലർക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്? റെസീപ്റ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സ്റ്റോറിലേക്ക് തിരികെ വന്നതല്ലേ. നമ്മളത് ഒരിക്കൽ പോയപ്പോൾ അത് പോയി എന്നും പറഞ്ഞ് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അതിൽ 10 യൂണിറ്റ്സ് ഇങ്ങനെ തിരികെ വന്നു. So date will be Jan 8th. റെഫറൻസിൽ റിട്ടേൺ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ. ഡിപ്പാർട്ട്മെൻറ്റ് എയിലെ പേര് അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ റിട്ടേൺസ് എന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പേരറിയാം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് റിട്ടേൺ കിട്ടിയത്. റിട്ടേൺ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ്. എത്ര യൂണിറ്റ്സ് ആണ്? 10 യൂണിറ്റ്സ് എന്നേ പറയുന്നുള്ളൂ, അതിൻ്റെ റേറ്റ് പറയുന്നില്ല. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരിക്കലും ഇഷ്യൂ ചെയ്ത യൂണിറ്റ്സ് ആണ് നമുക്ക് തിരികെ കിട്ടുന്നത്. അന്ന് ഇഷ്യൂ ചെയ്തപ്പം ഏത് റേറ്റിനാണോ ഇഷ്യൂ ചെയ്തത് ആ റേറ്റിന് തന്നെ ആയിരിക്കണം അതിനെ തിരിച്ച് റിസീവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ 10 യൂണിറ്റ്സ് ഏത് ഡേറ്റിനാണ് ഇഷ്യൂ ചെയ്തത്? ഈ 8th പറയുന്നുണ്ട്, റെഫറൻസ് നമ്പർ തരുന്നുണ്ട് 100 എന്ന്. 100ൻ്റെ റെഫറൻസ് നമ്പർ ഉള്ളത് ഇതാണ്. ഇവിടാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് എത്രയാണ്? 40. അപ്പോൾ ഇതിൽ ഈ 25 യൂണിറ്റ്സിൽ 10 യൂണിറ്റ്സ് ആണെങ്കിൽ തിരികെ തരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്ര ആയിരിക്കും? 40. സോ 10 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40. ഈ 40 എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. നോക്കണം, പ്രീവിയസ് ട്രാൻസാക്ഷൻ നോക്കണം, അതിൻ്റെ റേറ്റ് എത്രയാണ്, ആ സെയിം റേറ്റ് യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ. അങ്ങനെ ഇതാണ് റെസീപ്റ്റ്. 10 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40. പിന്നീട് ഇഷ്യൂ ഒന്നുമില്ല. പിന്നീട് ബാലൻസ് കോളം ബ്രോട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. ബാലൻസ് കോളം എങ്ങനെയാണ്? പ്രീവിയസ് ഡേയിലെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് ബ്രോട്ട് ഡൗൺ ചെയ്യണം. ഇപ്പോൾ പ്രീവിയസ് ഡേയിലെ ബാലൻസ് ഏതൊക്കെയാണ്? 25 യൂണിറ്റ്സും 50 യൂണിറ്റ്സ്. അപ്പം ഇങ്ങനൊരു റിട്ടേൺ വന്നാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ 10 യൂണിറ്റ്സ് ഒരിക്കൽ ഇഷ്യൂ ചെയ്തതായിരുന്നു അല്ലേ? ഒരിക്കൽ ഇഷ്യൂ ചെയ്തു, പക്ഷേ അതിങ്ങ് തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് ആദ്യം ഇഷ്യൂ ചെയ്ത് പോകേണ്ടതെന്നുള്ള നിലയിൽ നിങ്ങളതിനെ ട്രീറ്റ് ചെയ്യാവുള്ളൂ. ഇത് 10 ഇനി എപ്പോഴൊരു ഇഷ്യൂ വന്നാലും ഈ 10 യൂണിറ്റ്സിനെ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്ത് തീർക്കണം. അങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ലീഫോ പ്രകാരം ഇതെവിടെ എഴുതിയാലേ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ? ലീഫോ അനുസരിച്ച് ഇത് ലാസ്റ്റിൽ വന്നാലേ നമുക്കിതിനെ ഇഷ്യൂ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇതിനെ ഒരിക്കലും എടുത്ത് ആദ്യം എഴുതി വെക്കരുത്. ഫീഫോ ആയിരുന്നെങ്കിൽ ഈ 10 യൂണിറ്റ്സ് നമുക്ക് ആദ്യം എഴുതാറുണ്ട്. കാരണം ഫീഫോ അനുസരിച്ച്
ഫസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കണം ആദ്യം ഇഷ്യൂ ചെയ്ത് പോകുന്നത്. പക്ഷേ ലീഫോ അനുസരിച്ച് ഏത് മെറ്റീരിയൽ ആയിരിക്കണം ആദ്യം ഇഷ്യൂ ചെയ്ത് പോകുന്നത്? ലാസ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഇത് പണ്ട് നമ്മൾ ഒരിക്കൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇനി എപ്പോൾ ഇഷ്യൂ വന്നാലും ഇതിനെ വേണം ആദ്യം ഇഷ്യൂ ചെയ്യാൻ. ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടതായതുകൊണ്ട് ഇതിനെ എവിടെ എഴുതാവുള്ളൂ? ബാലൻസ് കോളത്തിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് എഴുതാവുള്ളൂ. കാരണം ഇതിന് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്ത് പോകണം എന്നുള്ള ആ ഒരു റൂള് ഫോളോ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാം. ആദ്യം എന്തിനെ ബ്രോഡ് ഡൗൺ ചെയ്യുക? 10 യൂണിറ്റ്സിനെ എടുക്കരുത്, അതവിടെ വെച്ചേരെ. ആദ്യം 25 യൂണിറ്റ്സ്, പിന്നീട് 50 യൂണിറ്റ്സിനെ ബ്രോഡ് ഡൗൺ ചെയ്തു. പിന്നീട് നമുക്ക് ഈ റിസീവ് ചെയ്ത ഈ 10 യൂണിറ്റ്സിനെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ Jan 8th ആയപ്പോൾ എന്തൊക്കെ സ്റ്റോറിൽ ഇരിപ്പുണ്ട്? 25 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 40, പിന്നീട് 50 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 30 rupees, പിന്നീട് നമുക്കിപ്പോൾ തിരികെ വന്ന 10 യൂണിറ്റ്സിൻ്റെ ഒരു ലോട്ട് അറ്റ് ദ റേറ്റ് ഓഫ് ₹40. ഇപ്പോൾ Jan 8th വരെയുള്ള ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് Jan 10th ട്രാൻസാക്ഷനാണ്. Jan 10th എന്താണ്? റിസീവ്ഡ് 75 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹60 per യൂണിറ്റ്, പർച്ചേസ് ഓർഡർ 65. ഇപ്പോൾ റിസീപ്റ്റ് ആണ്, അതാണ് പർച്ചേസ് ഓർഡർ നമ്പർ, GRN നമ്പറൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ Jan 10th ഒരു ട്രാൻസാക്ഷനും കൂടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. ഫ്രൈറ്റ് പെയ്ഡ്, അതായത് 75 യൂണിറ്റ് നമ്മുടെ സ്റ്റോറിലോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രെമിസസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഫ്രൈറ്റ് ചാർജും ഇൻകർ ചെയ്തു. അത് ₹150. ₹150 ഇൻകർ ചെയ്തത് എത്ര യൂണിറ്റ്സ് കൊണ്ടുവരാനാണ്? 75 യൂണിറ്റ്സ്. നമുക്ക് ഒരു യൂണിറ്റിൻ്റെ റേറ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? 150 യൂണിറ്റ്സ് 75 യൂണിറ്റ്സിന് വേണ്ടിയാണ് ഇൻകർ ചെയ്തത് എങ്കിൽ ഒരു യൂണിറ്റിന് എത്രയാണ്? 150 ഡിവൈഡഡ് ബൈ 75 യൂണിറ്റ്സ്, ദാറ്റ്സ് ഈക്വൽ ടു ₹2. അങ്ങനെ ഈ റിസീവ് ചെയ്ത മെറ്റീരിയലിൻ്റെ ടോട്ടൽ പ്രൈസ് 60 അല്ല, ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എത്രയാണ്? 60 + 2, ദാറ്റ് ഇസ് 62. അപ്പോൾ അങ്ങനെ വേണം അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ Jan 10th ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റെസീപ്റ്റ് ആണ്. സോ GRN നമ്പർ 65, 75 യൂണിറ്റ്സ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് ₹60 അല്ല, +2 ഫ്രൈറ്റ് ചാർജും കൂടെ ഉണ്ട് ഒരു യൂണിറ്റിന്. സോ 62, ദാറ്റ്സ് ഈക്വൽ ടു ₹4650 മെറ്റീരിയലാണ് നമ്മൾ സ്റ്റോറിലേക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നത്. ഓക്കെ, പിന്നെ ഇഷ്യൂ ഒന്നുമില്ല. ദെൻ ബ്രോഡ് ഡൗൺ, ബാലൻസ് പ്രീവിയസ് ഡേയിലെ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യും. എങ്ങനെ ബ്രോഡ് ഡൗൺ ചെയ്യണം? ആ ഓർഡറിൽ പോകണം. 25 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 40, പിന്നീട് 50 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 30. പിന്നെ ഓർക്കണം, ഈ 10 യൂണിറ്റ്സിനെ എടുത്ത് താത്തിറക്കൽ. കാരണം എന്ന് വെച്ചാൽ ഇനി എപ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ ഈ 10 യൂണിറ്റിനെ വേണം ആദ്യം ഇഷ്യൂ ചെയ്യാനായിട്ട്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ മൂന്നാമത് എഴുതാൻ പറ്റില്ല, കാരണം ഇതിനെ ലാസ്റ്റിൽ കൊണ്ടുവരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? 25 യൂണിറ്റ്സിനെ ബ്രോഡ് ഡൗൺ ചെയ്യുക, 50 യൂണിറ്റ്സിനെ ബ്രോഡ് ഡൗൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത് 75 യൂണിറ്റ്സിനെ എഴുതിയിട്ട് ഏതിനെ എഴുതാൻ പാടുള്ളൂ? നമുക്കന്ന് റിട്ടേൺ കിട്ടിയ 10 യൂണിറ്റ്സിനെ അവസാനം എഴുതാൻ പാടില്ല. ഇത് ഏത് മെത്തേഡ് ആയതുകൊണ്ടാണ്? ലീഫോ ആയതുകൊണ്ടാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇനി എപ്പോൾ ഒരു ഇഷ്യൂ വന്നാലും ഈ 10 യൂണിറ്റ്സ് റിട്ടേൺ കിട്ടിയത് വേണം നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യാൻ. കാരണം ലീഫോ അനുസരിച്ച് ഇത് ലാസ്റ്റ് എഴുതിയാലേ അതിനെ ഫസ്റ്റിൽ നമുക്ക് ഇഷ്യൂ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ്. അത് ഓർക്കണേ, തെറ്റിക്കരുത്. നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യും? ഈ രീതിയിലെങ്കിൽ ബ്രോഡ് ഡൗൺ ചെയ്യും, 75നെ എടുത്ത് ലാസ്റ്റ് എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല, അത് ഓർത്ത് വെച്ചിരിക്കണം. റിട്ടേൺ വന്നാൽ ലീഫോ അനുസരിച്ച് ആ റിട്ടേൺ വരുന്നതിനെ എപ്പോഴും ഏറ്റവും അവസാനം എഴുതാൻ പാടുള്ളൂ. ഫീഫോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഏറ്റവും ആദ്യം എഴുതണം. ആദ്യം എഴുതിയാൽ ഇതിനെ ആദ്യം ഇഷ്യൂ ചെയ്ത് കളയാൻ പറ്റും നമുക്ക്. ഓക്കെ, Jan 10th ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് Jan 12th ഓർഡേഡ് 100 യൂണിറ്റ്സ് ആണ്, അതിനെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അടുത്ത ട്രാൻസാക്ഷനിലോട്ട് പോവാം. Jan 13th, അതാണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ. അവിടെ പറയുന്നത് ഇഷ്യൂഡ് 140 യൂണിറ്റ്സ്, റിക്വസ്റ്റ് നമ്പർ ഇസ് 125, പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ നമുക്ക് വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇഷ്യൂ 140 യൂണിറ്റ്സ്, അതാണ് Jan 13th ട്രാൻസാക്ഷൻ. സോ Jan 13th ഇഷ്യൂ ആയതുകൊണ്ട് MRN നമ്പർ 125. ഇനി ഇഷ്യൂ ചെയ്യണം. എത്ര യൂണിറ്റ്സ് ആണ്? 140. അവിടെ നിന്ന് നോട്ട് ചെയ്യുക 140. ഇനി എന്താ ആലോചിക്കേണ്ടത്? വി ആർ ഫോളോയിങ് ലീഫോ മെത്തേഡ്. അപ്പോൾ എന്തൊക്കെ സ്റ്റോറിൽ ഇരിപ്പുണ്ടെന്ന് നോക്കാം. 4 ലോട്ടുകൾ ഇരിപ്പുണ്ട്. ഇതിലേത് വേണം ആദ്യം ഇഷ്യൂ ചെയ്ത് കളയാൻ? ലാസ്റ്റ് ലോട്ട് എന്ന് പറയുന്നത് ഈ 10 യൂണിറ്റ്സിൻ്റെയാണ്. അത് നമ്മൾ പണ്ടൊരിക്കൽ ഇഷ്യൂ ചെയ്ത് തിരിച്ചു വന്നതാണ്. എപ്പോഴും പണ്ട് ഇഷ്യൂ ചെയ്തതിനെ വേണം ആദ്യം ഇഷ്യൂ ചെയ്ത് തീർക്കാനായിട്ട്, ഫീഫോ ആണെങ്കിലും ലീഫോ ആണെങ്കിലും. അതുകൊണ്ട് അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതിക്കോണം ബാലൻസ് കോളത്തിൽ. ഓക്കെ, അപ്പോൾ 140 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എവിടെ നിന്ന്? ലീഫോ അനുസരിച്ച് ലാസ്റ്റ് ലോട്ടിൽ നിന്ന് വേണം ആദ്യം ഇഷ്യൂ ചെയ്യാൻ. ലാസ്റ്റ് ലോട്ടിൽ നിന്ന് നമുക്ക് എത്ര യൂണിറ്റ്സേ കിട്ടുന്നുള്ളൂ? ഈ 10 യൂണിറ്റ്സേ കിട്ടുന്നുള്ളൂ. 10 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 40. അതുപോലല്ലോ 140ൽ 10 ആയിട്ടുള്ള, ഇനിയും 130 യൂണിറ്റ്സ് വേണം. അതിൻ്റെ പ്രീവിയസ് ലോട്ട് എടുക്കുക. 75 യൂണിറ്റ്സ് ആയി. അതിൻ്റെ റേറ്റ് 62. അപ്പോഴും 85 യൂണിറ്റ്സ് ആയതേ ഉള്ളൂ. ഇനിയും വേണം നമുക്ക് 55 more യൂണിറ്റ്സ്. 55 വേണം. ഇവിടെ വരെ ആയപ്പം നമുക്ക് 85 ആയി. 85 പോരാ, 140 വേണം. അതായത് 140ൽ എത്തണമെങ്കിൽ ഇനിയും 55 യൂണിറ്റ്സും കൂടി ഇഷ്യൂ ചെയ്യണം.
അപ്പോൾ അടുത്ത ലോട്ടിലോട്ട് പോവുക. അവിടെ 55 എത്ര യൂണിറ്റ്സേ ഉള്ളൂ? 50 യൂണിറ്റ്സ് ഉള്ളത് ഇങ്ങനെ എടുക്കുക. 50 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 30. ഇനിയും എത്ര യൂണിറ്റ്സും കൂടെ വേണം? ഇത് 140 ആവണമെങ്കിൽ 5 more യൂണിറ്റ്സ് വേണം. അത് അതിൻ്റെ പ്രീവിയസ് ലോട്ടിൽ നിന്നും 25 യൂണിറ്റ്സിൻ്റെ ലോട്ടിൽ നിന്നും 25 ഒന്നും വേണ്ട. ഇനി ഇത് ഈ ഇഷ്യൂ ഫുൾഫിൽ ചെയ്യാനായിട്ട് 5 യൂണിറ്റ്സ് കൂടെ മതി. അപ്പോൾ ഈ 25 നിന്നും 5 യൂണിറ്റ്സ് എടുക്കുക. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40. സോ 5 യൂണിറ്റ്സ് ഇൻറ്റു 40 ദാറ്റ് ഇസ് 200. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്യുമ്പോൾ 10 + 75 + 50 + 5 gives you 140. അപ്പം നമ്മൾ അവർ ആവശ്യപ്പെട്ട യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ഇനി ബാലൻസ് കോളം. എങ്ങനെയാണ് ബാലൻസ് കോളം ചെയ്യേണ്ടത്? പ്രീവിയസ് ഡേയിലെ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുക. പ്രീവിയസ് ഡേയിലെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയാണ്. 25 യൂണിറ്റ്സിന് ബ്രോഡ് ഡൗൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 25 യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ എത്ര യൂണിറ്റ്സ് എടുത്തു? ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു 5 യൂണിറ്റ്സ് എടുത്തു. ഇനി എത്രയേ ഉള്ളൂ? 20 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40. വാട്ട് അബൌട്ട് 50 യൂണിറ്റ്സ്? ഇതെല്ലാം ഇഷ്യൂ ചെയ്ത്, ഈ 50 ഇഷ്യൂ ചെയ്ത്, ഈ 75 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു, 10 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ Jan 13 ദാറ്റ്സ് അവർ ക്ലോസിംഗ് ഡേറ്റ്. അന്ന് എത്ര യൂണിറ്റ്സ് നമ്മുടെ സ്റ്റോറിൽ മിച്ചരിപ്പുള്ളൂ? 20 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹40. ദാറ്റ്സ് ഈക്വൽ ടു ₹800 വർത്ത് മെറ്റീരിയലാണ് Jan 13. അതാണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്. അന്ന് നമ്മുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയലിൻ്റെ വാല്യൂ. ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ FIFO യൂസ് ചെയ്തും ചെയ്തായിരുന്നു. അപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് യൂണിറ്റ്സ് എത്ര തന്നെയാണ്? 20 യൂണിറ്റ്സ് ആണ്. പക്ഷേ വാല്യൂ ഡിഫറെൻ്റ് ആയിരുന്നു. വാല്യൂ എനിക്ക് തോന്നുന്നു 1240 സംതിങ് ആണ് കിട്ടിയത്. ഓക്കെ, വാല്യൂ ചേഞ്ച് ചെയ്യും, പക്ഷേ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഒരിക്കലും മെത്തേഡ് മാറുന്നതനുസരിച്ച് മാറില്ല. ദാറ്റ് റിമീൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. അങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഈ പോർഷനാണ് ഫൈനൽ ആൻസർ. അതിനെ ഒന്നും കൂടെ ഒന്ന് എടുത്ത് എഴുതിയേ ഉള്ളൂ. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 20 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 40. ദാറ്റ്സ് ഈക്വൽ ടു ₹800. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ റിട്ടേൺ വരുന്നത് ആ റിട്ടേൺ വരുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുള്ളായിരിക്കണം. ആ റിട്ടേൺ വരുന്നത് പിന്നീട് അതിന് FIFO ആണെങ്കിലും LIFO ആണെങ്കിലും ഈ റിട്ടേൺ വരുന്നതായിരിക്കണം പിന്നീട് എപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ടായാലും ആദ്യം ഇഷ്യൂ ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ അത് ആദ്യം ഇഷ്യൂ ചെയ്യണമെങ്കിൽ FIFO അനുസരിച്ചാണെങ്കിൽ ഇതിനെ എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് വരെ ഇതിനെ എപ്പോഴും ഫസ്റ്റ് ഐറ്റം ആയിട്ട് എഴുതണം. FIFO ആണെന്നുണ്ടെങ്കിൽ. LIFO ആണെന്നുണ്ടെങ്കിലോ ഇത് ഇഷ്യൂ ചെയ്യുന്നത് വരെ ഇതിനെ ഏറ്റവും ലാസ്റ്റ് ഐറ്റം ആയിട്ട് എഴുതിയെങ്കിലേ നമുക്കതിനെ ആദ്യം ഇഷ്യൂ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി ഇത് സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.